നമസ്കാരം. 2032 ഡിസംബറിൽ ഭൂമിയിൽ പതിക്കാൻ പോകുന്ന ഛിന്നഗ്രഹം വലിയ തോതിലുള്ള നാശനഷ്ടം വരുത്തുമോ എന്ന ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല, ഭൂമിയിൽ ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുകയില്ല എന്നാണ്. എന്നാൽ ഒട്ടുമിക്ക ശാസ്ത്രജ്ഞന്മാരും ഇപ്പോഴും കരുതുന്നത് ഇത് ഭൂമിയിൽ നാശനഷ്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ്. 1908 സൈബീരിയയിൽ ഇത്തരത്തിലുള്ള ഒരു ഛിന്നഗ്രഹം വന്ന് പതിച്ചപ്പോൾ വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് അന്നുണ്ടായത്. 80 ദശലക്ഷം മരങ്ങളാണ് അന്ന് ഇല്ലാതായത്. മാത്രമല്ല കിലോമീറ്ററുകളോളം ഭൂമി നശിച്ചു പോവുകയും ചെയ്തിരുന്നു. 2024 YR4 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഛിന്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു മുൻ ബഹിരാകാശ സഞ്ചാരി ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാനഡക്കാരനായ ക്രിസ് ഹാഡ്ഫീൽഡാണ് ഈ ഛിന്നഗ്രഹം ഭൂമിയിലെത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ ഛിന്നഗ്രഹം ഭൂമിയിലേക്ക് പതിക്കാൻ 2.3% സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും വളരെ കൃത്യമായ വിവരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഛിന്നഗ്രഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും നിരവധി കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാണ്. അമേരിക്കയിലെ വിഖ്യാതമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അത്രയും വലിപ്പമുള്ള ഒന്നാണ് ഈ ഛിന്നഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇത് ഭൂമിയിലെവിടെയെങ്കിലും വന്ന് പതിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം. മാത്രമല്ല ഇത് ശക്തമായി വന്ന് പതിക്കുകയാണെങ്കിൽ അതൊരു ആറ്റം ബോംബ് സ്ഫോടനത്തേക്കാൾ ശക്തി കൂടിയതായിരിക്കും എന്നാണ് ഗവേഷകർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് 500 ആറ്റം ബോംബുകളുടെ പ്രഹരശേഷിയാണ് ഉള്ളത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിൽ നടത്തിയ ആറ്റം ബോംബ് ആക്രമണവുമായി താരതമ്യം ചെയ്താണ് ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. 8 മെഗാടൺ TNTക്ക്, അതായത് വലിയൊരു സ്ഫോടക വസ്തുവായ TNT അത് സ്ഫോടനം നടത്തിയാൽ എത്രമാത്രം പ്രത്യാഘാതമുണ്ടാകുമോ അത്രയും വലിയൊരു പ്രത്യാഘാതമായിരിക്കും ഒരുപക്ഷെ ഇത് ഭൂമിയിലുണ്ടാക്കുക എന്നും ഇത് വന്ന് പതിക്കുന്ന സ്ഥലത്ത് വലിയ ആഴത്തിലുള്ള ഒരു ഗർത്തം രൂപം കൊള്ളാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഹാഡ്മാൻ ഉൾപ്പെടെയുള്ള ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹിരോഷിമയിലിട്ട അണുബോംബിന് 15 ടൺ മാത്രമായിരുന്നു ഭാരമുണ്ടായിരുന്നത്. അതിൻ്റെ 500 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാൻ കഴിയാമെന്നുള്ളത് എത്രമാത്രം ശക്തമായ തോതിലായിരിക്കും ഇതിൻ്റെ ഈ ഒരു പ്രത്യാഘാതം ഉണ്ടാകുക എന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഈ ഛിന്നഗ്രഹം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും എല്ലാം തന്നെ ഇതൊരു അപകടകാരിയാണ് എന്ന് അന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളത് സംബന്ധിച്ച് ഗവേഷണങ്ങൾ ഇപ്പോഴും പല രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടത്തിയിട്ടുണ്ട്. ഇത് ഏതൊക്കെ മേഖലകളായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ഇപ്പോൾ ഗവേഷകർ പറയുന്നത് തെക്കൻ അമേരിക്ക, അറേബ്യൻ ഉൾക്കടൽ, ഇന്ത്യയുടെ ചില മേഖലകൾ എന്നിവിടങ്ങളിൽ ഒരുപക്ഷെ ഇത് പതിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകരുടെ മുന്നറിയിപ്പ്. എന്നാൽ ഇക്കാര്യത്തിൽ ആരും കൃത്യമായൊരു പ്രവചനം ഇനിയും നടത്തിയിട്ടുമില്ല. ഭൂമിയിൽ നിന്ന് 27 ദശലക്ഷം മൈലുകൾക്കപ്പുറമാണ് ഈ ഛിന്നഗ്രഹം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വർഷങ്ങളെടുത്ത് 2032 ഇത് ഭൂമിയിലേക്ക് എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിനിടയിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തിടുക്കത്തിലാണ് നാസ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. ഒരുപക്ഷേ ഇത് അന്ന് പതിച്ചാലും ഇതിനെ തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു ഛിന്നഗ്രഹത്തിന് ഒരു വൻ നഗരത്തെ തന്നെ തകർക്കാനുള്ള അത്രയും ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് ഇതിനെ സിറ്റി കില്ലർ എന്ന പേരിലും ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ സഞ്ചാരപഥം ഇപ്പോൾ ഗവേഷകർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ് ഹാഡ്ഫീൽഡ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പറയുന്നത് ഇത് ഭൂമിയിലേക്ക് ഒരിക്കലും പതിച്ച് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഭയം വേണ്ട എന്നാണ് മസാച്യുസെറ്റ്സ് സർവകലാശാലയിലെ ഗവേഷകരും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഛിന്നഗ്രഹത്തിൻ്റെ വരവ് എങ്ങനെയാണ് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനിയും വർഷങ്ങളെടുക്കും ഇതിന് എങ്കിൽ പോലും എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായാൽ അതിനെ എങ്ങനെ തടയണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ്. ഇന്ത്യയിലും ഒരുപക്ഷെ നമ്മുടെ സ്പേസ് ഏജൻസികളുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യത പാലിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന സ്പേസ് ഏജൻസികൾ തന്നെയാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇന്ത്യക്കാരും ഭയക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.